ഹലോ, അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു ഐറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നു. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂണ് പെരിഞ്ജീരകം അതിലേക്ക് ഇടുക. അതിൻ്റെ ശേഷം ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇടുക. ഒരു പച്ചമുളക് കൂടെ അരിഞ്ഞിടുക ഇതിലേക്ക്. അപ്പോൾ വലിയ ഉള്ളി അത്ര നല്ല ഫ്രൈ ആയിട്ട് വരുമൊന്നും വേണ്ട, കുറച്ച് മീഡിയം ആയാൽ മതി. ഇനി 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് വെളുത്തുള്ളി വാസന പോണ വരേക്കും കുറച്ച് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചിരുവി വെച്ചിട്ടുണ്ടായിരുന്നു, തോലൊക്കെ കളഞ്ഞിട്ട്. അതേമാതിരി ഒരു ക്യാരറ്റും തോലൊക്കെ കളഞ്ഞിട്ട് ചിരുവി വെച്ചിട്ടുണ്ട്. ഇനി 1 സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഗോതമ്പൊക്കെ നമ്മൾ കുഴച്ച് വെച്ചത് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് പൂരിക്ക് പരത്തണ മാതിരി ഒന്ന് പരത്തിയിട്ട് ഇനി ഈ മസാല ഇതിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് 4 സൈഡും ഒക്കെ ഒന്ന് മടക്കിയിട്ട് എടുക്കാൻ കുഴക്കട്ടയ്ക്ക് പിടിക്കണ മാതിരി അങ്ങനെ നമ്മൾക്ക് ആക്കിയതിൻ്റെ ശേഷം ഇനി ഇത് കയ്യും കൊണ്ട് വെറുതെ ഒന്ന് വടക്കി ഒന്ന് തട്ടണ മാതിരി ഒന്ന് നല്ല കുറച്ച് അമർത്തിയിട്ടൊന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോഴാണ് മസാല എല്ലായിടത്തേലും പിടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞു. ഇനി പാന് വെച്ചിട്ടുണ്ട്, അതിൽ ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു. അപ്പോൾ അത് ചൂടായിട്ടിരിക്കുന്നു. ഇനി ഇത് നമ്മൾക്ക് ഓരോന്നായിട്ട് അതിലേക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിൽ 3 എടുക്കാൻ പറ്റുള്ളൂ. ഇതിലിനി എണ്ണ നിറയെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമ്മൾക്ക് വറുത്തെടുക്കാം, വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് തിരിച്ചെടുത്തു. സ്റ്റവ് വന്നിട്ട് കമ്മിയിലേ വയ്ക്കാൻ പാടുള്ളൂ, സിമ്മിലേ വയ്ക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ളി വേവില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഞാൻ 2 ട്രിപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. ഇത് പച്ചക്കറി ഞാൻ ഇത് മാത്രമേ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ആവശ്യമുള്ള ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇഷ്ടമാവുമെന്ന് വെച്ചാൽ ആ പച്ചക്കറി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതാ ഇനി നമ്മൾക്ക് ഇത് തട്ടിലേക്ക് വയ്ക്കുക വേണ്ടു. ഇതാ ആ ചുടുക്കനെ കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല വെന്ത് വന്നിരിക്കുന്നു, നല്ല സോഫ്റ്റായിട്ടും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ എന്നെ ഫോളോ ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് അടുത്ത് വരാം. ഹലോ, അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു